ഹായ് ഗൈസ്, അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹെയർ പാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഒത്തിരി എന്താ പറയുക റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പാക്കാണ്. എൻ്റെ ലുക്കൊന്നും നോക്കണ്ട കേട്ടോ. ഞാനെന്തേ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഫ്രീ ആയപ്പോൾ തന്നെ എന്നാ ഇട്ടേക്കാലോ എന്ന് ഓർത്ത് ഞാനാണെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റൊക്കെ എടുത്ത് വെക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഭയങ്കര മടിച്ച കേട്ടോ ഞാനപ്പോൾ എല്ലാം അരച്ചൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് എന്നെ കാണിച്ചേക്കാമെന്ന്. അപ്പോൾ എൻ്റെ മുടിയാണെങ്കിൽ എനിക്ക് ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ, തീരെ ഇല്ലായിരുന്നു. ഞാനാണെങ്കിൽ മംഗലാപുരത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, മംഗലാപുരത്തല്ല മൈസൂർ കുറച്ച് നാൾ പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞ് മംഗലാപുരത്താണെങ്കിൽ ജോലി ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ മുടി ശരിക്കും പോയിട്ട് ഞാൻ മുടി സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ മൊത്തം പോയി. പിന്നെ കുറേ നാളത്തേനും മുടിയൊന്നുമില്ലാതെ ഒരു ഫംഗ്ഷന് പോലും പോകാതെ ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. ദൂരം കളിയാക്ക് കേട്ടിട്ടുണ്ടെന്നൊരു കുറേ പേരുടെ കളിയാക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. എങ്ങനെയും മുടി വളർത്തിയെടുത്താൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോഴും എല്ലാവരും ചോദിക്കുമായിരുന്നു, ഇതെന്താ മുടി ഇങ്ങനെ പോയത് എന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് സെക്കൻഡ് സാരി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ തലയിലെ നെറ്റ് മാറ്റി വെക്കുമല്ലോ. അപ്പം അങ്ങനെ പോലും സെക്കൻഡ് സാരി കൊടുത്ത സമയത്ത് മാറ്റി വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആ നെറ്റും കൊണ്ടാണ് നടന്നത്, ഫുഡ് കഴിച്ചതൊക്കെ. എനിക്ക് അതൊക്കെ പറഞ്ഞാൽ സങ്കടം വരും. കാരണം അതുപോലെ മുടി ഇല്ലായിരുന്നു. ഞാൻ എനിക്ക് മുടിയില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒന്ന് എടുത്ത് കെട്ടാൻ പോലുള്ള മുടി എനിക്കില്ലായിരുന്നു, മുഴുവൻ പോയായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രഗ്നൻ്റൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ ഡെലിവറിയുടെ ടൈമൊക്കെ ആയപ്പോഴത്തേനും അമ്മ എണ്ണ ഉണ്ടാക്കി തന്നു കേട്ടോ. എണ്ണ ഉണ്ടാക്കി തന്ന് ആ എണ്ണ തേച്ചപ്പോഴാണ് പിന്നെ വ്യത്യാസം തോന്നിയത് കേട്ടോ. പക്ഷേ ആ എണ്ണ വെക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ വേറെ ഷാമ്പൂ കണ്ടീഷണർ അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആകെപ്പാടെ താളി ഉപയോഗിക്കുമായിരുന്നു, ചെമ്പരത്തി താളി ഉപയോഗിക്കുമായിരുന്നു, പിന്നെ മുരിങ്ങയില അരച്ച് തേക്കുമായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അങ്ങനെ ഇത് രണ്ടും മാറി നന്നായിട്ട് ഉപയോഗിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ പറയാൻ പോണ പാക്ക് നന്നായിട്ട് ഉപയോഗിക്കുമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഉപയോഗിച്ചാണ് ഞാനിപ്പം 4 വർഷമായി. കുഞ്ഞിന് 4 വയസ്സായി. ഈ 4 വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരിക്കൽ പോലും ഷാമ്പു ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഷാമ്പു ഉപയോഗിക്കാറേ ഇല്ല. വേറെ എണ്ണയും ഞാൻ വെക്കാറില്ല. ആ എണ്ണ ഉപയോഗിച്ച് എനിക്കിപ്പോൾ കാച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പച്ച വെളിച്ചെണ്ണ ഇന്നും എനിക്ക് വെക്കാൻ പറ്റില്ല. പച്ച വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് തലവേദന എടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെ പറഞ്ഞു വെറുതെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ എന്തായാലും ഹെയർ പാക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ അരച്ച് വെച്ചേക്കുമായിരുന്നു. ഇതുണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാമായിരിക്കും. ഇതിനകത്ത് ചെറിയ ചെറിയ പൊട്ട് കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത് ഉലുവായും കടുകും പിന്നെ അലോവേര ഇല്ലേ, കറ്റാർവാഴയും കൂടി ആണ് അരച്ചിരിക്കുന്നത്. ഉലുവയും കടുകും കൂടി തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. എന്നിട്ട് ആ വെള്ളത്തോടു കൂടി നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ അരിച്ച് നല്ലൊരു ഷോളിനകത്തോ അല്ലെങ്കിൽ ഒരു തോർത്തിനകത്തോ അരിച്ച് എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ നാടൻ തൈരില്ലേ, തൈരും കൂടി ചേർത്തിട്ട് നമ്മൾ ലേശം ഒരു നമ്മുടെ തലയിൽ എന്ത് യൂസ് ചെയ്യുന്ന എണ്ണയാണോ അതും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. തലയോട്ടിയിലും മുടിയുടെ അറ്റം വരെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും കഴുകി കളയാൻ കേട്ടോ. ആഴ്ചയിൽ ഒരു 2 ദിവസം ചെയ്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ കുറച്ചായിട്ട് ഞാനിപ്പോൾ മുടി ഇപ്പോൾ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അപ്പം എന്തായാലും ഇന്ന് സമയം കിട്ടിയപ്പോൾ തന്നെ ചെന്ന് ചെയ്യാമല്ലോ എന്ന് ഓർത്ത് ഞാനങ്ങ് ചെയ്തതാണ്. അപ്പം ഞാൻ അതൊന്നും കാണിക്കണില്ല, വെറുതെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഇത് നല്ലപോലെ അരിച്ചിട്ട് ഇതിനകത്ത് കുറച്ച് തൈരും വെളിച്ചെണ്ണ എന്ത് എണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ എണ്ണയും കൂടി ഇങ്ങനെ എന്താ പറയുക ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. തലയോട്ടിയിലും തലമുടിയിലും എല്ലാം. അപ്പം നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും കേട്ടോ. ആഴ്ചയിൽ ഒരു 2 ദിവസം ഉപയോഗിച്ചാൽ മതി, നല്ല റിസൾട്ട് ഉണ്ടാകും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി തെറ്റുകുറ്റങ്ങളുണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബ് എടുത്തിട്ട് കുറേ നാളായി. എനിക്ക് ഭയങ്കര മടിയാണ് ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യണം. വീഡിയോ എടുക്കാനും മടിയാണ്, അത് എഡിറ്റ് ചെയ്യാനും മടിയാണ്. ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. കുറേ നാൾ കൂടിയാണ് ഞാനിന്നൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഭാഗത്ത് കുറേ തെറ്റുകളുണ്ടാവുമായിരിക്കും. തെറ്റുകളൊക്കെ ക്ഷമിക്കുക. ഞാനിനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എൻ്റെ വീഡിയോ നന്നാക്കാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.